ഓം ശ്രീ സായിറാം. ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള മറ്റൊരു സംഭവമാണ്. ആയിടയ്ക്ക് സ്വാമിയുടെ ഒരു വലിയ ചിത്രം ഒരു ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ച് മുന്നിലും പിന്നിലുമൊക്കെ ചില്ലിട്ട് ഫ്രെയിം ചെയ്ത് പൂജാമുറിയിൽ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു. അക്കാലത്ത് വലിപ്പമുള്ള ഫോട്ടോ പ്രിൻ്റ് വളരെ അപൂർവമായിരുന്നു. അങ്ങനെ ഒരു രാമായണ മാസക്കാലത്താണ് ഈ ചിത്രം പൂജാമുറിയിൽ വച്ചത്. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് രാമായണം മുഴുവനും വായിച്ച് തീർക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതായത് അച്ഛനാണ് തീരുമാനം പറയുന്നത്. അങ്ങനെ വായന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമിയുടെ പുതിയ ചിത്രത്തിൽ നിന്നും 2 ചാലുകളായി തീർത്ഥം, അതായത് അമൃത് ഒഴുകുകയുണ്ടായി. തന്നെയുമല്ല, പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഫോട്ടോയുടെ ചില്ലിന് മുകളിലൂടെ ഹിന്ദിയിൽ ആരോ വിരൽ കൊണ്ട് എഴുതിയതുപോലെ ഓം റാം എന്നെഴുതി വന്നിരിക്കുന്നതായി കണ്ടു. അന്ന് ഞങ്ങൾക്ക് ആർക്കും ഹിന്ദി വശമുണ്ടായിരുന്നില്ല. വീട്ടിൽ ഏറ്റവും മുതിർന്ന സന്തതിയായ ഞാൻ പ്രൈമറി വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് കുട്ടികളാരെങ്കിലും എഴുതിയതാകാൻ യാതൊരു സാധ്യതയുമില്ല. പിന്നെ ആ ചിത്രത്തിന് മുകളിലൂടെ ചില്ലിന് മുകളിലൂടെ ഓം റാം എന്ന് എഴുതി വന്നത് എങ്ങനെയാണ്? ആരാണത് എഴുതിയത്? സ്വാമിക്ക് മാത്രം അറിയാം. പിന്നീടുള്ള ഒരു സംഭവം, ഞാനന്ന് UP സ്കൂൾ വിദ്യാർത്ഥിയാണ്. അക്കാലത്ത് എല്ലാ വ്യാഴാഴ്ചയും വീട്ടിൽ പൊതുഭജന ഉണ്ടായിരുന്നു. തൃക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗീതാഭവൻ എന്ന ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിപ്പമുള്ള മുറിയിലാണ് ഭജന നടത്താറുള്ളത്. കുറഞ്ഞത് 20-25 പേർ പങ്കെടുക്കുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഭജൻ ദിവസം ഞാൻ മുൻനിരയിലാണ് ഇരുന്നിരുന്നത്. അന്നത്തെ ഭജനയിൽ മൂവാറ്റുപുഴ സമിതിയിലെ ഡോക്ടർ സുകുമാരനും മറ്റുള്ളവരും ഉണ്ടായിരുന്നു. അവരെല്ലാം നന്നായി ഭജൻ പാടുന്നവരായിരുന്നു. ഹാർമോണിയവും തബലയും എല്ലാം ചേർന്ന് അതിഗംഭീരമായ ഭജൻ. മുൻനിരയിലായിരുന്ന ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അതാ ഞാൻ മുൻപ് കണ്ടിട്ടുള്ള, അതായത് ഞങ്ങൾ പുട്ടപർത്തിയിൽ പോയപ്പോൾ അന്ന് കണ്ട അതേ ബാബ ഹാളിൻ്റെ ഏറ്റവും പിൻനിരയിൽ മറ്റുള്ളവർക്കൊപ്പം ഇരുന്ന് കൈകൾ കൊട്ടി ഭജന പാടുന്നു. ഞാനത് കണ്ടും കേട്ടും ആസ്വദിച്ചിരുന്നു. പെട്ടെന്ന് കാലിൽ ഒരടിയേറ്റ ഞാൻ ഒന്ന് ഞെട്ടി. ഭജൻ തീരുന്നതുവരെയും കണ്ണുകൾ അടച്ച് വിതുമ്പിക്കൊണ്ടേയിരുന്നു. സത്യത്തിൽ ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നൊന്നുമില്ല. അതൊരു ദർശനമായിരുന്നു. ഭജനയിൽ മുഴുകിയ ഞാൻ അറിയാതെ കണ്ണുകളടച്ച് നിശ്ചലനായി ധ്യാനത്തിലെന്ന പോലെയുള്ള അവസ്ഥയിൽ ആയിരിക്കുകയായിരുന്നു. എൻ്റെ തൊട്ടു പിന്നിലായി അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭജന ഏറ്റുപാടാതെ ഇരുന്ന് ഉറങ്ങുകയാണ് എന്ന് ധരിച്ച് അച്ഛൻ എൻ്റെ കാലിൽ അടിക്കുകയായിരുന്നു. അടിയേറ്റിട്ടും ഞാൻ കണ്ണ് തുറക്കുകയോ കരയുകയോ ചെയ്തില്ല. പാതി മയക്കത്തിൽ വിതുമ്പുക മാത്രം ചെയ്തുകൊണ്ടേയിരുന്നു. അതുകണ്ട അനുഭവസ്ഥനായ അച്ഛനും ഞാൻ ഉറങ്ങുകയായിരുന്നില്ല എന്ന് മനസ്സിലായി. ഭജൻ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ഭജനക്കിടയിൽ ഉറങ്ങിയത്? അപ്പോഴാണ് ഭജന നടക്കുമ്പോൾ ഞാൻ നിശ്ചലനായി കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഉറങ്ങിയില്ല. ദാ അവിടെ പിൻനിരയിൽ സ്വാമി എല്ലാവരോടും ഒപ്പം ഇരുന്ന് ഭജന പാടുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛന് മനസ്സിലായി, അറിയാത്ത പ്രായത്തിലാണെങ്കിലും ഏതോ ഒരു ധ്യാനാവസ്ഥയിലായിരുന്നു ഞാൻ ആ സമയങ്ങളിൽ എന്ന് അച്ഛനും മനസ്സിലായി. കാരണം അച്ഛൻ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് അതേപ്പറ്റി അച്ഛനൊന്നും പറഞ്ഞില്ല. ഇതിൻ്റെ ശേഷം അനുഭവങ്ങൾ അടുത്ത ഭാഗത്ത് പറയാം. എല്ലാവർക്കും നമസ്കാരം. ജയ് സായിറാം.